രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പേരുകേട്ട നാടാണ് കേരളം. കേരളത്തിലെ ആളുകളൊക്കെ രാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുന്നവരാണ് എന്നുള്ള വിമർശനങ്ങൾ പോലും ഉയരുന്നുണ്ട്. പക്ഷെ CJP സമരം ജനശ്രദ്ധയിലേക്ക് എത്തിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് സോനം വാങ്ചുക്കാണ്. അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം അത് കുറേ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിപ്പിച്ചു. പിന്നീടാണ് രാഹുൽ ഗാന്ധി പോലും ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. സോനം വാങ്ചുങ് നമുക്കറിയാം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകരാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഗീതാഞ്ജലി ആങ്മെ അവർ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. അത് ഗൗരവകരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നുകൂടിയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഞാൻ BJP യോ കോൺഗ്രസോ അല്ല. ഐ ആം നോട്ട് BJP നോർ കോൺഗ്രസ്, നൈദർ സംഘി നോർ കമ്മ്യൂണിസ്റ്റ്, നൈദർ ലെഫ്റ്റ് നോർ റൈറ്റ്, ഇടതുപക്ഷവുമല്ല വലതുപക്ഷവുമല്ല, നൈദർ സോഷ്യലിസ്റ്റ് നോർ ക്യാപിറ്റലിസ്റ്റ്, നൈദർ ലിബറൽ നോർ കൺസർവേറ്റീവ്, നൈദർ ദളിത് നോർ ബ്രാഹ്മിൺ, നൈദർ ജെയിൻ ബുദ്ധിസ്റ്റ് നോർ ഹിന്ദു, നൈദർ പഞ്ചാബി ഒഡിയാർ നോർ ലഡാക്കി, ഐ ആം ഓൾ ഓഫ് ദിസ്. ഇതെല്ലാമാണ് ഞാനെന്ന് പറയുന്നു. ഇതിൽ അപ്പുറം ഇതിൽ കൂടുതലാണ് ഞാനെന്ന് പറയുന്നു. ബിയോണ്ട് ഓൾ ഇസംസ് ഐ ടേക്ക് ദ ബെസ്റ്റ് ഫ്രം എവറിത്തിങ് ആൻഡ് ലീവ് ദ റെസ്റ്റ്. എല്ലാത്തിൽ നിന്നും മികച്ചതെടുക്കുന്നു, മറ്റുള്ളത് തള്ളിക്കളയുന്നു. വി ഡിമിനിഷ് അവർ സെൽഫ് ദ മൊമെൻറ്റ് വി സ്ക്വീസ് അവർ ഇൻഫിനിറ്റ് സെൽഫ്സ് ഇൻ ടു മാൻ മെയ്ഡ് ബക്കറ്റ്സ്. മനുഷ്യനിർമ്മിതമായ ബക്കറ്റുകളിൽ നമ്മളെ ഒതുക്കപ്പെടുകയാണെങ്കിൽ നമ്മളെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്നു എന്ന് അവർ പറയുന്നു. അവർ ഡീപ്പസ്റ്റ് ഐഡൻറ്റിറ്റി ഈസ് നോട്ട് പൊളിറ്റിക്കൽ, സോഷ്യൽ, റിലീജിയസ് ഓർ ഐഡിയോളജിക്കൽ, ഇറ്റ് ഈസ് കോൺഷ്യസ്നസ് ഇറ്റ് സെൽഫ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു നിലപാടാണെന്ന വിഷയത്തിൽ തർക്കമില്ല. പക്ഷെ ഇത് എത്ര പേർക്ക് മനസ്സിലാകും, ഇതിനെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന വിഷയത്തിൽ കുറച്ച് സംശയമുണ്ട്. ഇതൊരു അരാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിലപാടായിട്ടാണോ മാഷ് വിലയിരുത്തുന്നത്? ഇതിന് നമ്മുടെ ഒരു രാഷ്ട്രീയ സ്പേസിൽ എന്ത് ഗൗരവകരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് നൽകാൻ പറ്റുക ഇത്തരത്തിലുള്ളൊരു നിലപാടിൽ? അല്ല, ഇത് അരാഷ്ട്രീയമാണ് എന്ന് പറയുന്നതിൽ കഥയില്ല. കാരണം വളരെ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രാഷ്ട്രീയമാണ്. നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ പ്രവർത്തിച്ചാൽ മാത്രമേ രാഷ്ട്രീയം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഒരു മൂഢസങ്കല്പം ഒരുപാട് കാലമായിട്ട് കേരളീയർ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്. ശരിയാണ്, നമ്മുടെ രാജ്യം തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിന് അത്തരത്തിലുള്ള പ്രസ്ഥാന രൂപങ്ങൾ ആവശ്യമായിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഭൂമിക നിശ്ചയിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയും. കാരണം മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുമ്പോൾ, അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ മനുഷ്യരെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് മഹാത്മാഗാന്ധി ആദ്യം ശ്രമിച്ചത്. അപ്പം മഹാത്മാഗാന്ധിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യക്കാർ ഇല്ല എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ഇവിടെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ബ്രിട്ടീഷ് നിർമ്മിതമായിട്ടുള്ള ഭയത്തിനകത്ത് സ്വന്തം ഐഡൻറ്റിറ്റി, സ്വത്വബോധം അത് സമ്പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയാണ് ഇന്ത്യക്കകത്തുള്ളത്. അതുകൊണ്ട് ഗാന്ധിജി ആദ്യം തീരുമാനിച്ചത് ഒരു മെൻ്റൽ ട്രാൻസ്ഫോർമേഷനാണ് ഇവർക്ക് ആവശ്യം എന്നുള്ളതാണ്. മാനസികമായൊരു പരിവർത്തനമാണ്. തങ്ങൾ മനുഷ്യരാണ് എന്നും തങ്ങൾ അടിമകളല്ല എന്നും തോന്നാവുന്ന തരത്തിൽ ഇവരെ മാറ്റണം എന്നാണ് ഗാന്ധി ആദ്യം തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ചമ്പാരനിലെ കൃഷിക്കാരുടെ സമരത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയാണ് ഗാന്ധിയുടെ സാന്നിധ്യം ഇന്ത്യയിൽ അറിയിക്കുന്നത്. പിന്നീട് നടന്ന ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അവരെ മനുഷ്യരാക്കി മാറ്റാനും അവൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് അവനെ തിരിച്ചറിയിക്കാനും വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളായിരുന്നു. ആ പ്രവർത്തനങ്ങൾക്ക് കുറേ കഴിയുന്ന സമയത്ത് രാഷ്ട്രീയ രൂപം വരികയും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന നിലക്ക് രൂപപ്പെടുകയും അങ്ങനെ അതിനെ ഒരു രാഷ്ട്രീയ രൂപം കൈവരിക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് 1917 സോവിയറ്റ് റഷ്യയിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി, പ്രത്യയശാസ്ത്രം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചെല്ലുകയും ഇന്ത്യയിലേക്കും അത് വരികയും ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരായി മാറിത്തീരുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരവരുടേതായിട്ടുള്ള രീതി സ്വീകരിക്കുകയും ചെയ്യും.
അപ്പോൾ അന്ന് രാഷ്ട്രീയത്തിന് ഒരു പാർട്ടി രൂപം ആവശ്യമാണ് എന്ന തോന്നലുണ്ടാകുകയും അങ്ങനെ പ്രത്യയശാസ്ത്രപരമായ രീതിയിൽ രണ്ട് ധ്രുവങ്ങളിലൂടെ ഇത് വളരാനും വികസിക്കാനും ഒക്കെ തുടങ്ങി. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വെറും കക്ഷി രാഷ്ട്രീയമായി മാറിത്തീരുന്ന കാഴ്ച. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒന്നുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളും ഇല്ലാത്ത ഒരു പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ പിന്നീട് RSS ഇന്ത്യയിലുണ്ടായിരുന്നു. അവരുടെ രാഷ്ട്രീയ രൂപത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ കാലത്ത് BJP ഒക്കെ വന്നു. ഇന്നെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമാണ്, അല്ലാതെ രാഷ്ട്രീയമല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുതുതായിട്ട് അതിനെ നിർവചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രൂപപ്പെട്ടു വരുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം രാഷ്ട്രത്തെ സംബന്ധിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും നമ്മൾ രാഷ്ട്രീയമായിട്ടാണ് കണക്കാക്കി വരിക. അവിടെ ഒരു മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ നിർവചിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊരു അതിർത്തി ഉണ്ടായിരിക്കും, അതിനൊരു ഭരണ സംവിധാനമുണ്ടാകും, അതിന് ആ ഭരണ സംവിധാനത്തെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പോലീസോ പട്ടാളോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആ അതിർത്തിക്കകത്തുള്ള വലിയൊരു ജനതയുണ്ടാകും. ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് നമുക്കുള്ള സ്റ്റേറ്റ് എന്ന് പറയും. അതിനെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അവബോധമാണ് അവൻ്റെ കോൺഷ്യൻസ് ആയിട്ട് വരുന്നത്, അവൻ്റെ മനസ്സാക്ഷിയായിട്ട് വരുന്നത്. ആ കോൺഷ്യൻസ്, ആ മനസ്സാക്ഷി, അതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗീതാഞ്ജലി സംസാരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലായി. അതുകൊണ്ട് അവരുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ അഗാധമായിട്ടുള്ള രാഷ്ട്രീയമാണ്, ഡീപ്പ് പൊളിറ്റിക്സ് എന്ന് പറയും. അതുകൊണ്ടാണ് അവർ പറഞ്ഞ് ഞാൻ ദളിതയല്ല, ഞാൻ ബ്രാഹ്മണയല്ല, എന്നാൽ ഇത് രണ്ടുമാണ് ഞാൻ ഇടതല്ല വലതല്ല, എന്നാൽ ഇത് രണ്ടുമാണ് ഞാൻ. അങ്ങനെ എല്ലാത്തിനെയും അവർ ഉൾക്കൊള്ളുന്ന സമയത്ത് തന്നെ എല്ലാത്തിൻ്റെയും തൊലിപ്പുറമെ കാണുന്ന പ്രകടനാത്മകതയെ അവർ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ അതിനെ തള്ളിക്കളയുന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് ഈ മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം വരുന്നത്. മനസ്സാക്ഷി ഇല്ലാത്തതാണ് ഇന്ന് രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഏറ്റവും വലിയ പരാജയം എന്ന് പറയും. അവർ സത്യസന്ധരല്ല, നുണയന്മാരാണ്. കാണുന്ന സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് അവരെന്തിനേയും നുണയിൽ പൊതിഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിൽ ഇന്ന് ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യമില്ല. ഇന്ന് വേണ്ടത് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സാക്ഷിയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആ സാധനമാണ് ഗീതാഞ്ജലി മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. മനസ്സാക്ഷി ഉണ്ടാവണമെന്നാണ്. നമ്മൾ കോൺഷ്യൻസ് ആയിരിക്കും. പല രാജ്യത്തെയും പ്രമുഖരായിട്ടുള്ള വിമർശകരും പ്രവർത്തകരൊക്കെ തന്നെ അതാത് രാഷ്ട്രത്തിൻ്റെ മനസ്സാക്ഷികളായിട്ട് സഞ്ചരിക്കാൻ. സുമാർ അഴീക്കോടിൻ്റെ ഒരു കാലത്ത് നമ്മൾ വിളിച്ചിരുന്നത് കേരളത്തിൻ്റെ സഞ്ചരിക്കുന്ന മനസ്സാക്ഷി എന്നാണ്. അപ്പോൾ ഈ സഞ്ചരിക്കുന്ന മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ സമൂഹത്തിനകത്ത് ഉയർന്നു വരുന്ന എല്ലാത്തരം അനീതികൾക്കെതിരെ പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനം എന്ന് പോലും നമുക്ക് കരുതേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഗീതാഞ്ജലി അത്തരത്തിൽ ഉള്ള പൊട്ടിത്തെറിയുടെ ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. അത് അരാഷ്ട്രീയമല്ല, അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ രാഷ്ട്രീയമാണ്. അത് കക്ഷി രാഷ്ട്രീയം അല്ലാത്തതായിട്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് മാത്രമേ. ഇതിൽ ഈ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പം വി ഡിമിനിഷ് അവർ സെൽഫ് ദ മൊമെന്റ് വി സ്ക്വീസ് അവർ ഇൻഫിനിറ്റ് സെൽഫ് ഇൻ ടു മാൻ മെയ്ഡ് ബക്കറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു വാക്യങ്ങളെ എങ്ങനെ വിലയിരുത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മനസാക്ഷി ഇല്ലാത്ത രാഷ്ട്രീയക്കാരും മനുഷ്യന്മാരും രൂപപ്പെടുന്നു. പക്ഷേ ഗീതാഞ്ജലി പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് മനസാക്ഷിയുടെ രാഷ്ട്രീയം എന്നുള്ളതാണ്. TP ചന്ദ്രശേഖരൻ 2012 നിഷ്ഠൂരമായിട്ട് കൊല്ലപ്പെടുമ്പോൾ ആ കൊലപാതകത്തിന് നേതൃത്വം വഹിച്ച തലയുണ്ടല്ലോ, ഒരു ദൈവതുല്യനായിട്ടുള്ള തല, അദ്ദേഹത്തെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ആളുകൾ, ഇവരൊക്കെ ഒരു ബക്കറ്റിൽ ഒതുങ്ങിയിരിക്കുന്ന ചിന്താഗതിയുള്ള ആളുകളായിരിക്കില്ലേ സ്വാഭാവികമായിട്ടും. ഇപ്പം
ഒരു ഇടതുപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വലതുപക്ഷത്ത് നിൽക്കുന്ന ചേരിയിൽ നിൽക്കുന്ന ഒരാൾ ഇപ്പം വിരുദ്ധ ചേരിയിലുള്ള അല്ലെങ്കിൽ വിരുദ്ധ രാഷ്ട്രീയത്തിലുള്ള ആളുകളുടെ ഒരു നന്മയെക്കുറിച്ച് സൂചിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ടാണ് ഇന്ന് പല ആളുകളും കാണുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനോ അല്ലെങ്കിൽ സംഘിയോ മാറിത്തീരും. ഈ ഒരു മനോഭാവം ഉണ്ടല്ലോ മാഷെ, ഇത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ രൂപപ്പെട്ടത് എന്ന് പറയുന്നത്? എങ്ങനെയാണ് അത് യഥാർത്ഥത്തിൽ ഈ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ രൂപപ്പെട്ടത്? രാഷ്ട്രീയ സംസ്കാരം നമ്മൾ പറയുന്നത് പോലെ എതിർപക്ഷത്തുള്ള നന്മകളെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതല്ല നമ്മളുടെ ചുറ്റുപാടുമുള്ള രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. എതിർപക്ഷത്തുള്ളവർ എന്ത് ചെയ്താലും അത് തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് നമ്മുടെ രാഷ്ട്രീയം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടു നടക്കുന്നത്. എന്നാൽ സ്വന്തം പക്ഷം അവർ പറയുന്ന എന്ത് വൃത്തികേടും ശരിയാണ് എന്നും അവർ ന്യായീകരിക്കും. ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വന്നിരിക്കുന്ന BJP-കാരൻ, കോൺഗ്രസ്സുകാരൻ, CPM-കാരൻ, മുസ്ലിം ലീഗുകാരൻ, അവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ പാർട്ടി ചെയ്യുന്നത് മാത്രമാണ് ശരി, മറ്റെല്ലാവരും ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ന്യായീകരിച്ചാൽ മാത്രമാണ് അവർക്ക് അതിൻ്റെ അകത്ത് നിലനിൽക്കാനായിട്ട് കഴിയും. അതിന് പകരമായിട്ട് അവർ വന്ന് ഞങ്ങൾക്കിങ്ങനെ ഒരു കാര്യത്തിൽ തെറ്റുപറ്റി, എന്നാൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു, കൊള്ളാം എന്ന് പറയുന്നത് എന്നെങ്കിലും കേട്ടിട്ടുണ്ട്? ആർക്കെങ്കിലും കേൾക്കാൻ കഴിയുമോ? കാരണം എന്താണ്? അങ്ങനെ ഒരുത്തും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവനെ അവൻ്റെ പാർട്ടിക്കാരെ കൂടി തല്ലിക്കൊല്ലും. അങ്ങനത്തെ ഒരു രാഷ്ട്രീയമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതൊരിക്കൽ പോലും പോസിറ്റീവ് പൊളിറ്റിക്സ് നമുക്ക് പറയാൻ പറ്റില്ല, സമ്പൂർണ്ണമായിട്ട് നെഗറ്റീവ് പൊളിറ്റിക്സ്. തൻ്റെ പാർട്ടി ചെയ്യുന്നത് മാത്രമേ ശരിയുള്ളൂ, മറ്റുള്ളവർ ചെയ്യുന്നത് മുഴുവനും തെറ്റാണ് എന്ന് പറയുക മാത്രമല്ല, തൻ്റെ പാർട്ടി ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും ശരിയാണ് എന്ന് അവൻ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുവിട്ട്. അത് മാറണല്ലോ എത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ രാഷ്ട്രീയ സംഘടനകളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയ കൊലപാതകം ഇപ്പോൾ അങ്ങനെ ന്യായീകരിക്കപ്പെടാത്ത ഒന്നായി മാറി. ടി പി ചന്ദ്രശേഖരന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ന്യായീകരിക്കപ്പെട്ടിരുന്നു. അതിനും കാരണങ്ങളുണ്ട്. ഇപ്പോൾ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം. അപ്പം അവിടെ ഒരു കാലഘട്ടത്തിൽ RSS ഒക്കെ അവർ വളരെ ശുഷ്കമായിരുന്ന സമയത്ത് അവർ കർണാടകത്തിൽ നിന്ന് RSSകാർ വന്ന് കണ്ണൂർ വന്ന് ആരെങ്കിലുമൊക്കെ കൊന്നുണ്ടു. അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം CPM-കാർ കണ്ണൂർ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന ഒരു RSSകാരനെ വെട്ടിക്കൊല്ലുകയും. ഇതൊരു സ്ഥിരം ഏർപ്പാടായിരുന്നു. ഒരു ദിവസം RSSകാരൻ മരിച്ചാൽ അടുത്ത ദിവസം CPM-കാരൻ മരിക്കും, CPM-കാരൻ മരിച്ചാൽ അടുത്ത ദിവസം RSSകാരൻ. അത് ശരിയാണ് എന്ന് ഇവർ വിശ്വസിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. RSS അങ്ങനെയാണ് ജീവിച്ചത്, CPM അങ്ങനെയാണ് ജീവിച്ചത്. ഏറെ കാലത്തിന് ശേഷമാണ് പിന്നീട് അതിന് മാറ്റം വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് വളർന്ന് വികസിച്ച ഏറ്റവും വൃത്തികെട്ടൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള ചെറുപ്പക്കാരെയൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കൊലപാതകത്തിൻ്റെ പേരിൽ ഏതെങ്കിലും കേസിലേക്ക് ഇവർ കുടിക്കുമോ? അപ്പോൾ ആ ചെറുപ്പക്കാർക്ക് പിന്നെ വേറൊരു പ്രവർത്തനത്തിന് പോകാൻ പറ്റില്ല. അവർ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെ മാറ്റി. നോക്കൂ എന്തൊരു ചതിയാണ് ചെയ്യുന്നത്. സ്വസ്ഥമായിട്ടുള്ള രീതിയിൽ ആ ചെറുപ്പക്കാർക്ക് അവരുടെ കഴിവുകൾ വിനിയോഗിച്ച് ജീവിക്കാൻ പറ്റാത്ത എല്ലാ സാഹചര്യങ്ങളും ഈ കൊലപാതക കേസുകളിൽ പ്രതികളാക്കപ്പെടുക വഴി നിർമ്മിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതൊരു രാഷ്ട്രീയ ശൈലിയായി കണ്ണൂരിൽ വളർന്ന് വികസിച്ചിരുന്നു. അതിനൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ കണ്ണൂരിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ പല പാർട്ടി ഗ്രാമങ്ങളിലും അവിടെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനം പോസിബിൾ അല്ല. ഇപ്പം കോൺഗ്രസിൻ്റെ ഒരു ഓഫീസ് ആരംഭിക്കുകയാണെങ്കിൽ ആ ഓഫീസ് അടിച്ചു തകർക്കുന്ന പ്രവണതകൾ രൂപപ്പെടാറുണ്ട്. ഇപ്പോൾ SFIക്ക് ആധിപത്യമുള്ള പല കോളേജുകളിലും ക്യാമ്പസുകളിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വൈര്യമായിട്ട് വിഹരിക്കാൻ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധ്യമല്ല എന്ന് അനുഭവസ്ഥരായിട്ടുള്ള കുറേയധികം വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതാരാണ് ഇത് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഗീതാഞ്ജലി വാങ്മേ പറഞ്ഞതുമായിട്ട് നമുക്കിതിനെ ബന്ധപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്നതാണ്. ട്രൂത്ത് മാറ്റേഴ്സ് മോർ ദാൻ ട്രൈബൽ ലോയലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രൈബൽ ലോയൽറ്റിക്കാണ് ഇപ്പോഴും പ്രാമുഖ്യം നൽകപ്പെട്ടിരിക്കുന്നത്.
ട്രൂത്തിനല്ല. ഗീതാഞ്ജലി പറയുന്നത് ട്രൂത്ത്, സത്യം, അതിനാണ് കൂടുതൽ പ്രാധാന്യം. അതല്ലാണ്ട് നിങ്ങളുടെ ഗോത്രത്തിനോടുള്ള കൂറ് അതിന് പ്രസക്തിയില്ല എന്നുള്ളതാണ്. നമുക്ക് കണ്ണൂർ നോക്കിയാൽ ചില സ്ഥലത്തൊക്കെ മുസ്ലിം ലീഗിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരിക്കും, മുസ്ലിം ഗ്രാമം. അവിടുത്തെ നിയമങ്ങൾ അവരുടെ നിയമങ്ങളാണ്. സി പി എമ്മിന് ചില ഗ്രാമങ്ങളുണ്ടാകും, അവിടുത്തെ നിയമങ്ങൾ സി പി എമ്മിൻ്റെ നിയമം. RSSന് ഗ്രാമമുണ്ട്, അവിടെ അവരുടെ നിയമം. കോൺഗ്രസ്സിന് പോലും അങ്ങനെയുള്ള ഗ്രാമങ്ങളുണ്ട്, അവിടെയാണ് നിയമം. നോക്കൂ, കോൺഗ്രസ്സുകാരൻ്റെ കടയിൽ നിന്ന് മാർക്സിസ്റ്റുകാരൻ ചായപ്പൊടി പോലും വാങ്ങിക്കാത്ത പ്രദേശങ്ങളുണ്ട്. തിരിച്ചും എന്താണ് ഇവരെയൊക്കെ അങ്ങനെ നിർമ്മിക്കുന്നത്, അവരെങ്ങനെ രൂപപ്പെടുന്നത് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ സാധനമാണ്. എന്താണ്? ഗോത്രത്തിനോടുള്ള കൂറ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രൈബൽ ലോയൽറ്റി എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇവിടെയൊക്കെ. കണ്ണൂരെന്ന് പറയാൻ കണ്ണൂരിലാണ് കൂടുതലുള്ളത്, മറ്റ് പ്രദേശങ്ങളിലൊന്നും അങ്ങനെയില്ല. പല സ്ഥലത്തും ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. എന്നുവെച്ചാൽ ഡെമോക്രസി ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ട്, ജനാധിപത്യം കൂടുതൽ വ്യാപകമാകപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഈ ട്രൈബൽ ലോയൽറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇല്ലാതായിക്കൊണ്ടിരിക്കുക, ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലിപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ആരും പറഞ്ഞില്ലെങ്കിൽ പോലും ഉയർന്നു വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ കണ്ണൂർ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ടാകും. ഒരു കടയിൽ നോക്കൂ, അത് അങ്ങനെ തന്നെയാണല്ലോ. മുസ്ലിങ്ങൾ ചിലപ്പോൾ ക്രിസ്ത്യാനിയുടെ കടയിൽ നിന്ന് സാധനം, പാർട്ടി മാത്രമല്ല വർഗീയമായിട്ടും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ പോയിട്ട് ക്രിസ്ത്യാനിൻ്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കില്ല, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കില്ല. അവൻ മുസ്ലിമിൻ്റെ കട തന്നെ അന്വേഷിച്ചിരുന്നു അവിടുന്ന് സാധനം വാങ്ങി. അത് ക്രിസ്ത്യാനിയും സ്വീകരിച്ചാൽ, ഹിന്ദുവൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ട്രൈബൽ ലോയൽറ്റി എന്ന് പറയുന്ന സാധനം അതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ട്രൈബൽ ലോയൽറ്റിക്ക് എല്ലാ പ്രസക്തി സമൂഹം കൊടുക്കേണ്ടത് ട്രൂത്തിന് തന്നെയാണ്. നിങ്ങൾ മനുഷ്യനാണ് അന്വേഷിക്കേണ്ടത്, അല്ലാണ്ട് മുസ്ലിമിനെ, ഹിന്ദുവിനെ, ക്രിസ്ത്യാനിയെ അല്ല അന്വേഷിക്കുക. അല്ല, ഈ ഒരു ഇതെല്ലാത്തിലും ബാധകമാണ്, പൊളിറ്റിക്സിൽ മാത്രമല്ല. അല്ല ഈ മതത്തിന്റെ കാര്യത്തിലും വർഗീയതയുടെ കാര്യത്തിലും ഒക്കെ ബാധകമായ പ്രശ്നങ്ങളാണ്. ഇപ്പൊ മാഷ് പറഞ്ഞ ഇപ്പൊ ഈ നമ്മൾ ബക്കറ്റുകളിലേക്ക് ചുരുങ്ങുന്നു, ഗോത്രബോധത്തിലേക്ക് ചുരുങ്ങുന്നു. മനുഷ്യൻ എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ബോധം അതിലേക്ക് വ്യാപിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനായിട്ടോ പലപ്പോഴും മനുഷ്യന് പറ്റുന്നില്ല. ഇപ്പം ജാത്യാഭിമാനം കൊണ്ട് നടക്കുന്ന, ഞാൻ ഇന്ന ജാതിക്കാരനാണ്, ഇന്ന ജാതിയിലാണ് ഞാൻ ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനം കൊണ്ട് നടക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന ജാതിയിലല്ല ജനിച്ചത്, താഴ്ന്ന ജാതിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ ദുഃഖിച്ച് നടക്കുന്ന കുറേയധികം ആളുകളുണ്ട്. ഞാൻ ഇന്ന മതക്കാരനാണെന്ന അഭിമാനം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ, നമ്മളൊക്കെ സാമാന്യപരമായിട്ട് ഈ ഐഡൻറ്റിറ്റികൾക്കപ്പുറം, നമ്മുടെ രാഷ്ട്രീയം എന്താണോ മതം എന്താണോ അതിൻ്റെ ഐഡൻറ്റിറ്റികൾക്കപ്പുറം നമുക്കൊരു വിശാലമായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ബോധമുണ്ട്. ആ ബോധത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അതിനെ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരികയും നമ്മൾ ഈ ഐഡൻറ്റിറ്റിയിലേക്ക് തന്നെ അല്ലെങ്കിൽ ഈ തുരുത്തുകളിലേക്ക് തന്നെ നമ്മളെ ചുരുക്കുകയും ചെയ്യുന്നതിൽ മതത്തിന് വലിയ പ്രാധാന്യമുണ്ടോ? മതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയം മതമായി മാറുന്നു. ഇപ്പോൾ മതത്തിനാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. കാരണം മതമാണ് അതിനെങ്ങനെ വളരെയധികം റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ന്യൂനീകരിക്കും. അങ്ങനെയാണ് ഒരു മനുഷ്യൻ ബക്കറ്റാവണം. മതത്തിനേക്കാളൊക്കെ കുറച്ചും കൂടി വലിപ്പം രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, കുറച്ചും കൂടി വിശാലമായിരുന്നു അതിൻ്റെ ലോകം. അത് തന്നെ ഇപ്പോൾ ചുരുക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഈ കക്ഷി രാഷ്ട്രീയം രൂക്ഷമായതിൻ്റെ പേരിലാണ് എൻ്റെ പാർട്ടി ചെയ്യുന്ന എല്ലാ വൃത്തികേടിനെയും ഞാനിരുന്ന് ന്യായീകരിക്കുന്നത്. അത് മാറണം, അത് മാറ്റണം, അത് മാറ്റിയേ പറ്റൂ. മാറ്റില്ല എന്നവർ പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മളെപ്പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായിട്ട് ശബ്ദിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദം കേൾക്കാൻ കുറേ ആളുകളുണ്ടാവും. ശരിയല്ല ഇവന്മാർ കാണിക്കുന്നത്. അങ്ങനെ ഈ പാർട്ടിസാൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം പൊളിച്ച് തരിപ്പണമാക്കിയാൽ മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിശാലമായിട്ടുള്ളൊരു രാഷ്ട്രീയത്തിലേക്ക് മനുഷ്യനെ കടക്കാൻ കഴിയും. ജനാധിപത്യ ബോധമുള്ള എതിരഭിപ്രായങ്ങളെ അംഗീകരിക്കുന്നു. എതിരഭിപ്രായങ്ങളെ അംഗീകരിക്കണം. നമ്മൾ അതിൻ്റെ ഫോളോവേഴ്സ് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്ന് പറയുന്നത് നമ്മൾ വിലമതിച്ചേ പറ്റൂ. അങ്ങനെ വിലമതിക്കുന്ന
ഒരു ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്ന രൂപപ്പെടൽ വളരെ പ്രധാനപ്പെട്ട. വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം, വിയോജിക്കാൻ, നിങ്ങൾ പറയുന്നതിനോട് വിയോജിക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് അവിടെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നത്. നമ്മുടെ ഈ സമൂഹത്തിനകത്ത് അതില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളും കണ്ടില്ലേ. ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ അവർ തെറി വിളിച്ച് നശിപ്പിച്ച് കളയും. അങ്ങനെയാണ് ഇപ്പൊ ഈ അങ്ങനെ സമൂഹം. അല്ല, അത് പറയുമ്പോൾ നമ്മളിപ്പോ വിസ്മയ മോഹൻലാലിന്റെ മകള് അതെ അതെ അവിടെ ഒരു CJP പ്രൊട്ടസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം, വിദ്യാർത്ഥികളോട് ഇങ്ങനെയാണോ ഭരണകൂടം പെരുമാറേണ്ടതെന്ന് പറഞ്ഞപ്പോൾ കുറേയധികം സംഘപരിവാർ പ്രവർത്തകര് വലിയ ആക്ഷേപങ്ങളും തെറിവിളികളുമാണ് കമന്റുകളിൽ രേഖപ്പെടുത്തിയത്. അതെ അതെ മേജർ രവിനെ പോലുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള മണ്ടൻ രവികള് വന്നിട്ട് വലിയ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് പേളി മാണി സമരത്തെ അനുകൂലിക്കുന്നു, ഞാൻ സമരത്തിനോടൊപ്പമാണ്, പക്ഷേ നിങ്ങൾ എന്തിനാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ അടിയും കൊണ്ട് അവിടെ വല്ലാത്ത ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുന്നത്, നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടൊരു അഭിപ്രായം പറഞ്ഞതിൽ അവരുടെ വളരെ സെക്ഷൽ അബ്യൂസാണ് പേളി മാണിക്ക് നേരെ നേരിട്ടത്. ഇവർക്ക് രണ്ടുപേർക്കും, ഇത് ചെയ്യുന്ന രണ്ടുപേർക്കും സാമാന്യപരമായിട്ട് ഒരേ സ്വഭാവം തന്നെയാണ്. അതെ, ഇത് ചെയ്യുന്ന എല്ലാവർക്കും ഇടയിൽ സ്വഭാവം ഒന്ന് തന്നെയാണ്. അതിനെയാണ് യഥാർത്ഥത്തിൽ എതിർക്കേണ്ടത്. ആ പാർട്ടിസൺ ഫ്രെയിം എന്ന് പറയുന്നത് പൊളിച്ചു കളയേണ്ട ആവശ്യമാണ്. എതിരഭിപ്രായങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ആളുകളെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിഹാരം. അപ്പോൾ മാത്രമാണ് ഈ മനസാക്ഷിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് നിർത്തുമ്പോൾ മതത്തിന് തന്നെയാണ് ഇവിടെ വലിയ പ്രാധാന്യമുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ TJ ജോസഫ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, കുർബാനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു ദിവസം കുറേ കാപാലികർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈയാണ് മുറിച്ചു കളഞ്ഞത്. അവിടെ ആ ഒരു മനോഭാവം യഥാർത്ഥത്തിൽ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളത് പറയുന്നത് ശരിക്കും ഭയാനകമാണ്. അല്ല, അത് ഭയാനകമായിട്ടുള്ള രൂപപ്പെടുന്നത് നേരത്തെ പറഞ്ഞ സാധനമുണ്ടല്ലോ, ഗോത്രബോധം. ഈ ട്രൈബൽ ലോയൽറ്റി എന്ന് പറയുന്ന സാധനം മാരകമാണ്. അതുകൊണ്ടാണ് ജോസഫ് മാസ്റ്റർ കൈ വെട്ടിയെടുത്തത്. നീ ഈ കൈ കൊണ്ടല്ലേ മുഹമ്മദ് ബയ്യെക്കുറിച്ച് എഴുതി അദ്ദേഹത്തെ നിന്ദിച്ചെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്ത് അസഹനീയമാണ് അത്തരത്തിലുള്ള സമീപനം എന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെ തിരുത്തപ്പെടേണ്ടതാണ്, മാറ്റേണ്ടതാണ്.